നമ്മുടെ കേന്ദ്ര സർക്കാർ ജീവനക്കാർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെയൊക്കെ വെറും 7,000 രൂപയൊക്കെ സാലറി വാങ്ങി ജീവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിൽ പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ഓക്കെ, 1946 ആരംഭിച്ച് പിന്നീട് ഇങ്ങോട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായ ഈ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട് പേ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന ജനുവരി 1 മുതൽ നമ്മളുടെ എല്ലാ കേന്ദ്ര സർക്കാർ ജോലികളിലും സാലറിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ്. പ്രത്യേകിച്ച് റെയിൽവേയിൽ നമുക്കറിയാം സാലറി വലിയൊരു അട്രാക്ഷൻ ആണ്. ഈവൻ 10ാം ക്ലാസ് ലെവൽ ജോലി ആയിട്ടുള്ള ഗ്രൂപ്പ് ഡിയിൽ പോലും സാലറി വലിയൊരു അട്രാക്ഷനായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോ ഈ വരാനിരിക്കുന്ന 8ാമത്തെ പേ കമ്മീഷൻ ഞാൻ പറഞ്ഞു 1946 സ്റ്റാർട്ട് ചെയ്തതെന്ന്. അപ്പൊ ഈ വരാനിരിക്കുന്ന 8ാമത്തെ പേ കമ്മീഷനിൽ നമ്മളെ ഗ്രൂപ്പ് ഡി അടക്കമുള്ള പോസ്റ്റുകളിൽ എന്താണ് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവുക? ഒരുപാട് ന്യൂസുകൾ എയറിലുണ്ട് അല്ലെ, ഇരട്ടിയാവും എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ യാഥാർത്ഥ്യമാണോ? എന്തൊക്കെയാണ് ഇതിലുള്ള യാഥാർത്ഥ്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിലവിലുള്ള കുറച്ച് അവസരങ്ങളെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. 2026 റെയിൽവേ പരീക്ഷകളൊക്കെ വരാനിരിക്കുകയാണ്. അതിനുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി ഇപ്പൊ വന്നു നിൽക്കുന്ന 2 നോട്ടിഫിക്കേഷൻസ്, ഒന്ന് NTPC ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ആണ്, ഒന്ന് +2 ലെവൽ നോട്ടിഫിക്കേഷൻ ആണ്. രണ്ടും ഒരുമിച്ചാണ് വന്നത്, തൊട്ടടുത്ത ദിവസങ്ങളാണ് വന്നത്. രണ്ടിനും നിങ്ങൾക്ക് ഒരുമിച്ച് ഒരേ സിലബസ് ആണ് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ റെയിൽവേയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നന്നായി പഠിച്ചോളാം, ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോളാം. നിങ്ങൾ അവസാന നിമിഷത്തേക്ക് വെക്കരുത്. ഞാൻ പല കുട്ടികളെയും കാണുന്ന ഒരു പ്രശ്നം അതാണ്. അവസാനം പഠിക്കാന്ന് വിചാരിക്കും, എന്നിട്ട് എക്സാമിന്റെ കുറച്ച് ദിവസം മുന്നേ സിലബസ് കവർ ചെയ്യും. അങ്ങനെ ചെയ്തതുകൊണ്ട് ഗുണമില്ല. നിങ്ങൾ നേരത്തെ പഠിച്ച് ഒരുപാട് റിവിഷൻ ചെയ്ത് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കണം. എന്നിട്ട് പിന്നീട് മെയിൻസിന് വേണ്ടി ഒരു കിഡിലൻ സ്റ്റഡി പ്ലാൻ വെച്ച് പഠിക്കണം. ഇതാണ് വേണ്ടത്. ഇത് റിയലൈസ് ചെയ്യുന്ന ആളുകളാണ് വിജയിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു ശ്രമം ഈ വർഷം നിങ്ങൾ നടത്തുക. അങ്ങനെ നിങ്ങൾക്ക് നടത്താൻ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട്, ഒരു പുഷ് തരാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ദിശ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വരുന്ന ദിവസം, ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നവംബർ 1-ാം തീയതി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് 7 മണിക്ക് ഒരു ലൈവ് സെഷൻ ഉണ്ട്. എങ്ങനെയാണ് പഠിക്കേണ്ടത്? നമ്മുടെ അനിൽ സാറാണ് ലീഡ് ചെയ്യുന്നത് ഒരു ലൈവ് സെഷൻ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ഈ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ആ ലൈവ് സെഷനിലെ പ്ലാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ആ ലൈവ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു മിനി കോഴ്സും കൂടെ, ആ ലൈവ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, ഒരു മിനി കോഴ്സും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും, ഓ ഇത് ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു അവസരമുണ്ട്. അപ്പൊ ആ അവസരം തീർച്ചയായിട്ടും ഉപയോഗിക്കാം. മറന്നു പോരുത്, നവംബർ 1 വൈകിട്ട് 7 മണി. ഓക്കെ, ശരി, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സാലറിയെ പറ്റിയാണ്, പേ കമ്മീഷനെ പറ്റിയാണ് അല്ലെ. അപ്പോ പേ കമ്മീഷനെ പറ്റി പറയുമ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് കവർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്താണ് പേ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പിന്നെ 6ാമത്തെ 7ാമത്തെയും പേ കമ്മീഷന്റെ പ്രത്യേകതകളെ പറ്റി എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരാളാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ. എല്ലാ കേന്ദ്ര സർക്കാർ ജോലിക്കാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കേന്ദ്ര സർക്കാർ ജോലിക്കാർ മാത്രമല്ല, നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകൾ, ഭാവിയിലെ കേന്ദ്ര സർക്കാർ ജോലിക്കാരായ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാവരും കണ്ടിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സാധനമാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ. പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിയിൽ, ഞാൻ സ്പെസിഫിക് ആയിട്ട് ഗ്രൂപ്പ് ഡി പറയാൻ കാരണം നമ്മുടെ നിലവിലുള്ള ഗ്രൂപ്പ് ഡി പഠിക്കുന്ന കുട്ടികൾക്ക് അതൊരു വലിയ എനർജിയായി മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഗ്രൂപ്പ് ഡിയിൽ എന്താണ് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്, ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചുള്ളത്. ഞാൻ പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ. എന്നാലും ഏറ്റവും സിമ്പിൾ ആയ രീതിയിൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞു തരാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ റെയിൽവേയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, അവർക്ക് അതിലേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടിച്ചേർക്കാവുന്നതാണ്. ശരി, നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് പോവാം. ആദ്യം തന്നെ പേ കമ്മീഷനെ പറ്റി പറയാം. 8ാമത്തെ പേ കമ്മീഷനെ പറ്റി പറയാം. ഓക്കെ, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കേണ്ട, ദൈവങ്ങളെ പോലെ കാണേണ്ട ആളുകളാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങൾ ജോലിയിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം സാലറി ഹൈക്ക് ഉണ്ടാവും എന്നുള്ളത് ഈ ഒരു നമ്മുടെ ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി ചെയർ ചെയ്യുന്ന ഈ ഒരു 8th പേ കമ്മീഷൻ തീരുമാനിക്കണം, സെൻട്രൽ പേ കമ്മീഷൻ തീരുമാനിക്കണം. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു 1/1/2026 വരായിരിക്കുന്ന ജനുവരി 1 മുതലാണ് ഇത് ഇൻ എഫക്റ്റിൽ വരുന്നത്. ഇനി അഥവാ ലേറ്റ് ആവുകയാണെങ്കിൽ പറയുന്നുണ്ട്, ചിലപ്പോൾ 1 വർഷം ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അഥവാ ലേറ്റ് ആവുകയാണെങ്കിലും ഈ ഡേറ്റിൽ, ഈ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഡേറ്റിന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. അതായത് നമുക്ക് പെൻഡിങ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡേറ്റ് മുതലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഡേറ്റ് ഇപ്പൊ 8th പേ കമ്മീഷനിൽ എന്തൊക്കെയാണോ മാറ്റങ്ങൾ ഉള്ളത്
നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ് മുതലാണ് അതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടി തുടങ്ങുക. ഇനി അടുത്ത മാസം തുടങ്ങുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാസത്തെ ആനുകൂല്യം കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടും. ഇതാണ് ഓവറോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇങ്ങനെയാണ് നിലവിലത്തെ സാഹചര്യം ഉള്ളത്. ഇനി പേ കമ്മീഷനെ പറ്റി പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചരിത്രമുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ഇന്ന് വരെ 8 പേ കമ്മീഷനുകളാണുള്ളത്. എന്തിനാണ് ഈ പേ കമ്മീഷൻ എന്ന് കൂടെ നമുക്ക് പറഞ്ഞു പോകണ്ടേ? വേണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമുക്കറിയാം, നമ്മുടെ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് കൃത്യമായ സാലറി ഹൈക്ക് കിട്ടുന്നുണ്ട്. കാരണം നമുക്കറിയാം, നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങൾക്ക് വില കൂടുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പണപ്പെരുപ്പം വലിയൊരു ഫാക്ടറായി നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ സാഹചര്യത്തിൽ ജീവിത ചെലവ് കൂടുന്നുണ്ട് എന്നുള്ളതൊക്കെ വരുമ്പോൾ പ്രൈവറ്റ് മേഖലയിൽ പയ്യെ 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 ഹൈക്കുകൾ ഉണ്ടായി വരാറുണ്ട്. നമുക്ക് ഓർമ്മ ഉണ്ടാവും, പണ്ട് ദിവസക്കൂലിക്ക് വർക്ക് ചെയ്ത ആളുകൾക്ക് കിട്ടുന്ന 500 ആണെങ്കിൽ ഇന്നത് 1000 ആണ്. ഇരട്ടി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? ചെറിയ സമയം കൊണ്ട് തന്നെ ഇരട്ടിയാവുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മളെ ബസ് ടിക്കറ്റ് വരെ ഇരട്ടിയാവുന്നില്ലേ? പെട്രോളിന്റെ വില ഇരട്ടിയാവുന്നില്ലേ? എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവിടെ കേന്ദ്ര സർക്കാരിന്റെ ജീവനക്കാർക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു സാലറി കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആ സ്ട്രഗിളിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഓരോ പീരീഡ് കഴിയുമ്പോഴും, സാധാരണയായിട്ട് ഒരു 10 വർഷത്തോളമുള്ള പീരീഡ് കഴിയുമ്പോഴാണ്, പക്ഷെ ഇനി ശരിക്കും പറഞ്ഞാൽ ആ പീരീഡ് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. കാരണം പെട്ടെന്നാണ് നമ്മളെ എക്കോണമി വളർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പീരീഡ് കഴിയുമ്പോഴേക്കും അവരുടെ സാലറി മൊത്തത്തിൽ ഒന്ന് റിവൈസ് ചെയ്യും. അങ്ങനെ റിവൈസ് ചെയ്ത് നിലവിലെ സാഹചര്യങ്ങളെ ജീവിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് സാലറിയെ മാറ്റിക്കൊണ്ടുവരാറുണ്ട്. അപ്പൊ അതിനുള്ള പേ കമ്മീഷനാണ് ഇതുവരെ വന്നിട്ടുള്ളത്. അതിൽ 8ാമത്തെ പേ കമ്മീഷനാണ് നിലവിൽ ഈ വരുന്ന 2026 വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി പേ കമ്മീഷനെ പറ്റി പറഞ്ഞു. ഇനി 6ാമത്തെയും 7ാമത്തെ പേ കമ്മീഷനെ പറ്റി നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും, കുഴപ്പമില്ല, ഞാൻ കൃത്യമായി പറഞ്ഞുതരാം എന്താ സാധനം എന്നുള്ളത് കേട്ടോ. ശരി, പേ കമ്മീഷനെ പറ്റി പറയുമ്പോൾ 6ാമത്തെ പേ കമ്മീഷനെ പറ്റി പറഞ്ഞാല് 2006ലാണ് 6ാമത്തെ പേ കമ്മീഷൻ വരുന്നത്. 2006 6th പേ കമ്മീഷൻ. ഓക്കെ, അവിടെ നിങ്ങൾക്ക് സിമ്പിൾ ആയി മനസ്സിലാക്കേണ്ട ഇതാണ്, മിനിമം ബേസിക് പേ 7000 ആയിരുന്നു. അതായത് 7000 രൂപയാണ് ഗ്രൂപ്പ് ഡി, അതായത് ലെവൽ 1 ബേസിക് പേ. നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ജോലിയുടെ ബേസിക് പേ 7000 രൂപയായിരുന്നു. അതായത് 2006 ഇത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടപ്പോൾ നിങ്ങളെ ബേസിക് പേ 7000 രൂപയാണ്. എന്നാൽ കുറച്ച് അലവൻസുകളും കൂടെ ഉണ്ടാവും കേട്ടോ. ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറഞ്ഞിട്ടും TA എന്ന് പറഞ്ഞിട്ടൊക്കെ കുറച്ച് അലവൻസുകൾ ഉണ്ടാവും. ആ അലവൻസുകളും കൂടെ കിട്ടുമായിരുന്നു. പിന്നെ അതിൽ നിന്ന് പെൻഷന്റെ ചെറിയൊരു എമൗണ്ട് ഡിഡക്ട് ചെയ്യുകയും കൂടെ ചെയ്യും. അപ്പൊ ഇതാണ് അവിടെ ഉണ്ടായിരുന്ന സാഹചര്യം. നിങ്ങൾ 7000 രൂപ എന്ന് മനസ്സിലാക്കിയാൽ മതി. 2006 7000 രൂപയാണ് കിട്ടിയിരുന്നത്. ഇനി എന്താ സംഭവിക്കുക? ഇനി അടുത്ത വർഷമല്ല, ഓരോ 6 മാസം കൂടുമ്പോൾ ചെറിയ 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 ഹൈക്കുകൾ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിയർനെസ് അലവൻസ്. ഓക്കെ, അതായത് ഈ വർഷം ഇപ്പോൾ 2006 നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 2006 ഞാനൊരു ഗ്രൂപ്പ് ഡി ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ എനിക്ക് ബേസിക് പേ ആയിട്ടുള്ള 7000 രൂപയും കിട്ടും, പിന്നെ ചെറിയ ചെറിയ അലവൻസുകളെല്ലാം കൂടെ കിട്ടും. ഇങ്ങനെ ഉണ്ടാവുക. പക്ഷെ 6 മാസം കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? അവിടെ ഒരു റിവിഷൻ നടക്കും, അല്ലെങ്കിൽ ചെറിയൊരു ശതമാനം എനിക്ക് കൂടുതൽ കിട്ടും. അതിന് പറയുന്ന പേരാണ് ഡിയർനെസ് അലവൻസ്. ഓക്കെ, അതിങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കും. ഓരോ സമയം കഴിയും തോറും കൂടി വന്നു. 6 മാസമാണ് സാധാരണയായിട്ട് അതിൻ്റെ ഒരു പീരീഡ് വരുന്നത്. അപ്പൊ ഒരു വർഷത്തിൽ 2 തവണ വെച്ച് ഇതിങ്ങനെ റിവൈസ് ആയിക്കൊണ്ടേയിരിക്കും. അതായത് ഇത്ര ശതമാനം വെച്ച് ഇങ്ങനെ ഇൻക്രീസ് ആയി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ എവിടെ എത്തി? 7th CPC അല്ലെങ്കിൽ 7ാമത്തെ സെൻട്രൽ പേ കമ്മീഷൻ എത്തി. 2006 നിന്നും 2016 എത്തി. അപ്പോഴേക്കും എന്താ സംഭവിക്കാന്ന് അറിയാമോ? ഇങ്ങനെ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡിയർനെസ് അലവൻസ് കൂടി ഡിയർനെസ് അലവൻസ് ഏകദേശം സാലറിന്റെ അത്രയായി, വലിയൊരു പൈസയായി മാറി. ആ സമയത്ത് അടുത്ത പേ കമ്മീഷൻ വന്നു. പേ കമ്മീഷൻ എന്താ ചെയ്തതെന്ന് അറിയാമോ? ബേസിക് പേ 7000 എന്നുള്ളത് നേരെ 18,000 കൊണ്ടുവന്നു. ഇരട്ടിയിലധികം അല്ലെ? ഇരട്ടിയിലധികമാക്കി മാറ്റി. അതായത് 10 വർഷത്തിനിടയിൽ ബേസിക് പേ ഇരട്ടിയിലധികമാക്കി മാറ്റി. 7000 എന്നുള്ളത് 18,000 ആക്കി മാറ്റി. 7000ന്റെ ഇരട്ടി 14,000 ആവുകയുള്ളൂ. അതിനെക്കാട്ടും കൂടുതലായിട്ട് ഇവിടെ ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പൊ ഇരട്ടിയിലധികമാണ് ബേസിക് പേയിൽ മാറ്റം ഉണ്ടായത്. അപ്പൊ 2016 എന്തായി? ഈ DA എന്ന് പറയുന്നത് റീസെറ്റ് ആയി. പിന്നെ ഇവർക്ക് DA ഇല്ല കേട്ടോ. പിന്നെ DA 0 ആണ്. ഇനി അടുത്ത വർഷം ആവുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ഒരു ചെറിയ ശതമാനം DA കൂടുകയാണ് ചെയ്യുക. ഓക്കെ, നിലവിൽ DA 0. 2016 18,000 ആണ് ബേസിക് പേ. പിന്നെ ഹൗസ് റെന്റ് അലവൻസുകളും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? ഓരോ 6 മാസം കഴിയുമ്പോഴും DA കൂടി വന്നുകൊണ്ടിരിക്കും. ഇതാണ് നിലവിലെ സാഹചര്യം.
അതായത് നിലവിൽ ഒരു ഗ്രൂപ്പ് ഡി എംപ്ലോയിക്ക് 18,000 രൂപ ബേസിക് പേ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈക്ക് കിട്ടുന്നുണ്ട്. എന്തൊക്കെ 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 അലവൻസുകളാണ് കിട്ടുന്നത്? ഞാനിപ്പോ പറഞ്ഞതുപോലെ HRA, ഹൗസ് റെന്റ് അലവൻസ്, അതുപോലെ തന്നെ DA, ഡിയർനെസ് അലവൻസ്. നിങ്ങൾ ആലോചിച്ച 2016 എന്ത് ചെയ്യുന്നത്, ഈ ബേസിക് പേ കൊണ്ടുവരുന്നത്. അപ്പൊ ഓരോ 6 മാസം കഴിയുമ്പോൾ അല്ലെ ഓരോ 1 വർഷം കഴിയുമ്പോൾ 2 തവണ വെച്ച് ഡിയർനെസ് അലവൻസ് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ കൂടി നിലവിൽ 50% മുകളിലേക്ക് എന്തായിട്ടുണ്ട്, ഡിയർനെസ് അലവൻസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതായത് വെറും 18,000 രൂപ സാലറി ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് ഏകദേശം ഒരു 10,000 രൂപേന്റെ അടുത്ത്, 50% കൂടുതലാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഒരു 10,000 രൂപയുടെ അടുത്ത് എന്ത് കിട്ടുന്നുണ്ട്, അലവൻസ്, ഡിയർനെസ് അലവൻസ് കിട്ടുന്നുണ്ട്. നോക്കി, ഇപ്പൊ 28,000 രൂപയായി. ഇനി അതുപോലെ തന്നെ ഒരുപാട് അലവൻസുകൾ വേറെ, റെയിൽവേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പല അലവൻസുകൾ, TA, അതുപോലെ വേറെ നമുക്ക് പറയാൻ പറ്റും നാഷണൽ ഹോളിഡേ അലവൻസ്, പിന്നെ അതുപോലെ തന്നെ നൈറ്റ് ഡ്യൂട്ടി അലവൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അലവൻസുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൂടെ കൂട്ടുമ്പോഴേക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഏകദേശം ഒരു 35,000 എങ്കിലും നമ്മുടെ ഒരു സാധാരണ റെയിൽവേ ഗ്രൂപ്പ് ഡി എംപ്ലോയിക്ക് നിലവിൽ കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഞാനൊരു സാധാരണ എംപ്ലോയിനെ പറ്റിയാണ് പറയുന്നത്. ചിലർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, അതിലും കൂടുതൽ കിട്ടുന്നുണ്ടാവും. അവർക്ക് ഉള്ള ഡ്യൂട്ടിക്ക് അനുസരിച്ചോ അതുപോലെ തന്നെ അവരുടെ അലവൻസുകൾക്ക് അനുസരിച്ച് ഇത് കൂടുകയോ കുറയോ ചെയ്യാം. ഞാൻ പറയുന്നത് ഒരു ആവറേജ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയി എന്നുള്ളൂ കേട്ടോ. ഓക്കെ, നമ്മുടെ സ്റ്റുഡൻസിൽ കുറച്ച് പേരൊക്കെ ഏതാണ്ട് ഈ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ സാലറി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ശരി, ഇതാണ് നിലവിലത്തെ സാഹചര്യം. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞുതരാം. അതുപോലെ തന്നെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫിറ്റ്മെന്റ് ഫാക്ടർ എന്ന് കൂടെ പറഞ്ഞുതരാം. അതാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നോക്കിയോയെ. എടാ നിങ്ങൾ നോക്ക്, നമ്മൾ പറഞ്ഞു 7,000 രൂപയായിരുന്നു എന്ത്, നമ്മുടെ ബേസിക് പേ. എപ്പോഴാ, 2006 സെറ്റ് ചെയ്തത് അല്ലെ. എന്നിട്ട് അവിടെ അത് എത്രയിലേക്ക് മാറി, 18,000 മാറി. എങ്ങനെയാ, അവിടെ ഫിറ്റ്മെന്റ് ഫാക്ടർ ആയിട്ട് ഉപയോഗിച്ചത് 2.57 ആണ്. 2.57 ഇരട്ടിയാണ് അവിടെ എന്തായി മാറിയത്, അവിടെ സാലറിയിൽ ഉണ്ടായ ഹൈക്ക്. നോക്കിയേ, അവിടെ ബേസിക് പേയിൽ ഉണ്ടായ ഹൈക്ക് ഇത്രയാണ്, ബേസിക് പേ ഇരട്ടിയിൽ കൂടുതലായി. അവിടെ ഉപയോഗിച്ച ഫിറ്റ്മെന്റ് ഫാക്ടർ ആണ് 2.57. 2.57 ഇരട്ടിയായിട്ട് മാറി എന്ന് പറഞ്ഞാൽ അവിടെ സത്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ, 157% ബേസിക് പേ ഇൻക്രീസ് ആയിട്ടുണ്ട്. പക്ഷേ ഇതാണ് നിങ്ങളെ പലരും മിസ്ലീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡാറ്റ. ഞാൻ പറയട്ടെ, നമുക്ക് 7,000 രൂപ എന്നുള്ളത് അയാളുടെ ബേസിക് പേ അല്ലേ. അയാൾക്ക് അതിന്റെ കൂടെ എന്തും കൂടെ കിട്ടുന്നുണ്ട്, ഡിയർനെസ് അലവൻസ് കുറെ നാളത്തേക്ക് കിട്ടുന്നില്ലേ. അതൊക്കെ വെച്ചിട്ട് ഈ സാലറി ഇൻക്രീസ് ആയിട്ടുണ്ടാവും. അപ്പൊ ഇന്ന എഫക്ട് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ സാലറിയിൽ കാര്യമായ ഒരു ഇൻക്രീസ് നമുക്ക് ഉണ്ടായി എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഞാനത് കാണിച്ചു തരാം. നമ്മുടെ നിലവിലത്തെ സാഹചര്യം വെച്ച് ഞാനത് കാണിച്ചു തരാം. അപ്പൊ എന്താ ഫിറ്റ്മെന്റ് ഫാക്ടർ എന്ന് മനസ്സിലാക്കണം. നോക്കിയേ, ഇതാണ് നമ്മളെ ബേസിക് പേ. ബേസിക് പേയിനെ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗുണിക്കുന്ന ഒരു നമ്പർ ഉണ്ട്, അതാണ് ഫിറ്റ്നസ് ഫാക്ടർ. ഓക്കെ, ഫിറ്റ്മെന്റ് ഫാക്ടർ മറന്നു പോകരുത്. എന്താ സംഭവം, ഈ ഒരു ബേസിക് പേ ഉണ്ട്, അതിൽ നിന്നും പുതിയ ബേസിക് പേയിലേക്ക് മാറ്റുമ്പോൾ എത്ര ഇരട്ടിയായി. ഇപ്പൊ പഴയ ബേസിക് പേ 9,000 രൂപയാണ്, പുതിയ ബേസിക് പേ 18,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഫിറ്റ്മെന്റ് ഫാക്ടർ എന്തായിരിക്കും, 2 ആയിരിക്കും. ഓക്കെ, ശരി. ഇപ്പൊ നിങ്ങൾ ആലോചിക്ക്, ഇപ്പത്തെ ബേസിക് പേ 18,000 രൂപയാണ്. ഇനി നമുക്ക് ഈ 8ാമത്തെ പേ കമ്മീഷൻ, 8th പേ കമ്മീഷനിൽ ഫിറ്റ്മെന്റ് ഫാക്ടർ ആയിട്ട് 2 ആ വെക്കുന്നത്. അപ്പൊ 18,000 × 2 എത്രയും മാറും, 36,000 ആയി മാറും. ഇതാണ് ഐഡിയ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഐഡിയ വെച്ചിട്ട് എങ്ങനെയാണ് നിലവിലെ സാലറിയിൽ മാറ്റം ഉണ്ടാവുക എന്ന് നോക്കാം. അതിനു മുന്നേ ഈ വർഷത്തെ ഫിറ്റ്മെന്റ് ഫാക്ടർ എത്രയാണെന്നുള്ളതും കൂടെ നമുക്കൊന്ന് പ്ലാൻ ചെയ്ത് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് നിലവിലുള്ള വാർത്തകൾ വഴി എന്താണ് നമുക്ക് അറിയാൻ കഴിഞ്ഞെന്നുള്ളതൊന്ന് പറഞ്ഞു നോക്കാം. നോക്കണേ, പ്രൊജക്റ്റഡ് ഫിറ്റ്മെന്റ് കാണിക്കുന്നത് 2.28 ആണ്. 2.28, അതായത് പല വാർത്താ ഏജൻസികളും പറയുന്നത് ഒരു 2.2 മുതൽ 2.5 വരെയുള്ള ഫിറ്റ്മെന്റ് ഫാക്ടർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായത് 2.2 ഇരട്ടി മുതൽ 2.5 ഇരട്ടി വരെ സാലറിയിൽ മാറ്റം ഉണ്ടാവാം, ബേസിക് പേയിൽ മാറ്റം ഉണ്ടാവാം എന്നാ പറയുന്നത്. ഓക്കെ, അതായത് ഞാനൊരു നിങ്ങൾക്ക് കണക്ക് വെച്ച് തന്നെ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം. നോയോ, ഇപ്പത്തെ ഒരാളുടെ ബേസിക് പേ 18,000 രൂപയാണെങ്കിൽ നമ്മൾ വിചാരിക്കുകയാണ് ഗവൺമെന്റ് നമുക്ക് വാരിക്കോരി തരാൻ പോവാണ്. ഈ പറഞ്ഞ ഫിറ്റ്മെന്റ് ഫാക്ടറിന്റെ ഏറ്റവും വലിയ വാല്യൂ ആയിട്ടുള്ള ഒരു 2.5 ടൈംസ് ആക്കാൻ പോവുകയാണ്, 2.5 ആക്കാൻ പോവുകയാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ.
അങ്ങനെയാണെങ്കിൽ ബേസിക് പേ 18,000 എന്നുള്ളത് എത്രയായി മാറും? 18 18 36 9 45,000 എന്നായി മാറും. ബേസിക് പേ 45,000. നിങ്ങൾ ആലോചിക്കണേ, ഒരു 10ാം ക്ലാസ് ജോലി, 10ാം ക്ലാസ് സാലറി ഒരു ജോലിയുള്ള ഒരാൾക്ക് കേന്ദ്ര സർക്കാരിന്റെ 45,000 രൂപ സാലറി കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ലേ? അതെ, ഇതിന്റെ കൂടെ തന്നെ എന്തും കൂടെ ഉണ്ടാവും? കുറച്ച് അലവൻസുകളും കൂടെ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ HRA പോലുള്ള അലവൻസുകളും ഉണ്ടാവും. എന്ന് പറയുമ്പോൾ അതൊരു വലിയ എമൗണ്ടിലേക്ക് മാറുക തന്നെയാണ് ചെയ്യുക. ഓക്കെ, ഇനി ഗവൺമെന്റിന് ഇപ്പൊ അത്രയും തരാനുള്ള ഒരു സാഹചര്യം ഇല്ല. പയ്യെ DA ഒക്കെ കൂട്ടി തരാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഒരു മിനിമം ലെവൽ നമുക്ക് വിചാരിക്കാം. മിനിമം ലെവൽ പലരും പറയുന്നത് 2.2 ആണ്. നമുക്ക് അതിന്റെ ഏറ്റവും ബേസ് ലെവലിലേക്ക് പോകാം. 2 ടൈംസ് ആണെന്ന് വിചാരിച്ചോ. അപ്പോഴും എന്താ സംഭവിക്കുക? 36,000 രൂപയിലേക്ക് എന്ത് മാറും? നമ്മുടെ ബേസിക് പേ മാറും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ, ഞാൻ വളരെ സിമ്പിൾ ആയി പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇത് ഇങ്ങനെ തന്നെ ഒരാൾ രാവിലെ വന്നിട്ട് 2 ആക്കാം എന്ന് തീരുമാനിക്കാമെന്ന് വിചാരിക്കരുത്. ഞാൻ ഏകദേശം ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി ശ്രമിക്കുന്നത്. ശരി, അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമുക്ക് എന്താണ് ഇവിടെ കാര്യമായ മാറ്റം ഉണ്ടാവാന്ന് കൂടെ നോക്കണ്ടേ? ഗ്രൂപ്പ് ഡി ആളുകൾക്ക് എന്താണ് ഇപ്പോഴത്തെ മാറ്റം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, എങ്ങനെയാണ് മാറ്റം ഉണ്ടാവാന്ന് കൂടെ നോക്കണ്ടേ? നമുക്ക് നോക്കാം. നോക്കിയോ, ബേസിക് പേ, ഗ്രൂപ്പ് ഡി ബേസിക് പേ 18,000 രൂപയാണ് നിലവിൽ. ഓക്കെ, ഇനി അതില് ഡിയർനെസ് അലവൻസ് ആയിട്ട് കിട്ടുന്നത് 53% അല്ലെ 58% ഒക്കെയാണ്. നമുക്കതൊരു 50% ആയിട്ട് എടുക്കാം. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി 50% ആയിട്ട് എടുക്കാം. ഇനി അതുപോലെ തന്നെ ഉണ്ട് എന്തുണ്ട്? ഹൗസ് റെന്റ് അലവൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് കിട്ടുന്നുണ്ട്. പിന്നെ നൈറ്റ് ഡ്യൂട്ടി അലവൻസ്, നാഷണൽ ഹോളിഡേ അലവൻസ്, പല പല അലവൻസ്, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചുള്ള അലവൻസുകൾ കിട്ടുന്നുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടെ ചെറിയൊരു എമൗണ്ട് ആക്കി എടുക്കാം. നമുക്ക് വലിയൊരു എമൗണ്ട് ഒന്നും വേണ്ട. നമുക്ക് ഈ മൊത്തം അലവൻസുകളും കൂടെ ഒരു 5,000 ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് മാത്രമല്ല, ഇനിയും അലവൻസുകൾ ഉണ്ട്. എല്ലാം കൂടെ ഒരു 5,000 വിചാരിക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. 18,000 ഒരു 50% DAയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 27,000 27,000 5,000 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 32,000. അതായത് ഒരു സാധാരണ ഒരു ആവറേജ് ജോലി ചെയ്യുന്ന ഒരാൾക്ക് 32,000 രൂപയാണ് എവിടെ ഗ്രൂപ്പ് ഡിന്റെ സാലറി കിട്ടുക. ഇനി പുതിയ പേ കമ്മീഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? ആദ്യം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഈ ഡിയർനെസ് അലവൻസ് റീസെറ്റ് ആവും. ഡിയർനെസ് അലവൻസ് ഉണ്ടാവില്ല, 0% ആയിരിക്കും. അത് എന്നിട്ട് പിന്നെ 0 സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഡിയർനെസ് അലവൻസ് 0 ആവും. ഓക്കെ, ഡിയർനെസ് അലവൻസ് 0 ആവുന്നു മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫിറ്റ്മെന്റ് ഫാക്ടറിൽ മാറ്റം വരും അല്ലെ? 18,000 എന്നുള്ള ബേസിക് പേ മിനിമം 35,000-ലേക്കോ മാക്സിമം ഒരു 45,000-ലേക്കോ പോകും. ഓക്കെ, നമുക്ക് മിനിമം നോക്കാം. 35,000 കിട്ടുന്നുള്ളൂ. 35,000 മിനിമം കിട്ടുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അലവൻസിലെ 5,000 അത് ചിലപ്പോൾ ഒരു പെർസെൻറ്റേജ് അനുസരിച്ച് മാറി ചിലപ്പോൾ ഒരു 6,000 ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്കൊരു 41,000 ആവും. നോക്കിയേ, ഇന്നലെ വരെ ഡിസംബർ 31 വരെ 32,000 കിട്ടിയ ആൾക്ക് ഇന്ന് എത്ര കിട്ടും? 41,000 കിട്ടും. അതായത് ഒരു 7,000 8,000 രൂപേന്റെ മാറ്റമാണ് അവിടെ ഉണ്ടാവുക. സാലറി ഇരട്ടിയായോ? ഇരട്ടിയായിട്ടില്ല. ഓക്കെ, പക്ഷെ ഭീകരമായ മാറ്റം അവിടെ ഉണ്ട്. നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ഇനി അതുപോലെ തന്നെ ഇവിടുത്തെ മാക്സിമം എടുത്തു നോക്കിയേ. ഇവിടുത്തെ മാക്സിമം എടുത്താൽ എന്താ സംഭവിക്കുക? ഇവിടുത്തെ മാക്സിമം എടുക്കുകയാണ്. മാക്സിമം എടുത്താൽ നമുക്ക് പറയാം 45,000 രൂപയാണ് ഒരാൾക്ക് കിട്ടുന്ന സാലറി. 45,000 ബേസിക് പേ. ബാക്കി അലവൻസുകളൊക്കെ ഞാൻ ഇവിടെ മിനിമം ആണ് കേട്ടോ പലതിലും എടുക്കുന്നത്. ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായി? 51,000 ആയി. 51,000 രൂപയായി. അപ്പോഴും എന്തായില്ല? ഇരട്ടിയായില്ല കേട്ടോ. ബേസ് നമ്മള് 32,000 കിട്ടിക്കൊണ്ടിരുന്ന ആൾക്ക് 51,000 എന്ന് പറഞ്ഞാൽ അത് ഇരട്ടിയല്ല, പക്ഷെ അവിടെ ഭീകരമായ മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് 8ാമത്തെ പേ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 60, ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഒരു 40 മുതൽ 60% വരെയൊക്കെ മിക്കവാറും മാറ്റങ്ങൾ ഉണ്ടാവും, ഇൻക്രിമെന്റ് ഉണ്ടാവും. ഇപ്പോൾ ഉള്ള സാലറിയിൽ നിന്നും ഒരു 40% ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒപ്റ്റിമിസ്റ്റിക്കലി എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി വളരെ മോശം സാധ്യതയായി ആയാൽ പോലും ഒരു 30% എങ്കിലും ഒക്കെ ഹൈക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇത് റെയിൽവേന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. റെയിൽവേയിൽ പ്രത്യേകിച്ച് ഇങ്ങനൊരു മാറ്റം പോസിബിൾ ആണ്. അപ്പോ ഇത് എന്തുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുവോ എന്ന് പലർക്കും സംശയമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ജോലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മെച്ചപ്പെടും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഞാൻ പറഞ്ഞത്. അതായത് ഒരു 10th ലെവൽ ജോലിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത്രയും വലിയൊരു സാലറി നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റ് PSC, അത് കേരളം എന്നല്ല, ഏത് സ്റ്റേറ്റ് PSC എടുത്താലും
ഇത്രത്തോളം സാലറി നിങ്ങൾക്ക് കിട്ടില്ല. ചില ഡിഗ്രി ലെവൽ ജോബുകൾക്ക് ഇതിലും സാലറി കുറവാണ് നമ്മളെ നാട്ടിലൊക്കെ, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ളപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പാടില്ല? എന്തുകൊണ്ടാണ് നമ്മൾ ട്രൈ ചെയ്യാണ്ട് നിൽക്കുന്നത്? നമുക്കൊരു കൺഫ്യൂഷൻ ആണ്, ഏത് തുടങ്ങിയാൽ റെഡി ആവുമോ, എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ, എനിക്ക് മാത്സ് പഠിക്കാൻ പറ്റുമോ, എനിക്ക് റീസണിങ് പഠിക്കാൻ പറ്റുമോ, എനിക്ക് GK പഠിക്കാൻ പറ്റുമോ? എടാ പറ്റും, പറ്റാത്തതല്ല. അപ്പൊ നിങ്ങൾക്കുള്ള ആ പേടിയാണ് നിങ്ങളെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ മോശമായിട്ടുള്ള പഠിക്കാനുള്ള കഴിവുള്ള ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പരീക്ഷ ക്ലിയർ ചെയ്യുന്നുണ്ട്. നമ്മൾ കാണുന്ന കാര്യമാണത്. വളരെ വീക്കാണെന്ന് നമ്മൾ വിശ്വസിച്ച് അവര് അടുത്ത് വന്നിരുന്ന് പഠിച്ച് കഷ്ടപ്പെട്ട് ഒരു സമയത്ത് അതങ്ങ് ബ്രേക്ക് ചെയ്ത് പോവുക ചെയ്യുക. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഗതികേട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജോലി ഇല്ലാത്ത അവസ്ഥയ്ക്ക് വന്നിട്ടുണ്ട്, ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് ഉണ്ട്. നിങ്ങൾ വർക്ക് ചെയ്ത് എന്ത് ചെയ്യണം, ആ പോയിന്റിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ അതിനുള്ളൊരു മോട്ടിവേഷൻ തന്നെയാണ് തീർച്ചയായിട്ടും തന്നിട്ടുള്ളത്. എന്നാൽ ഒരു ഭയങ്കര മോശമായിട്ടുള്ള ഒരു 3 ഇരട്ടിയായിട്ട് സാലറി കൂടും എന്നുള്ള തെറ്റായ ഒരു പ്രചരണം ഇല്ലാണ്ടിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ പറയുന്നതൊന്നും എക്സാക്ട്ലി ഇങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. 2 ഇരട്ടി എടുക്കുക, 3 ഇരട്ടി എടുക്കുക, അങ്ങനെ സിമ്പിൾ ആയിട്ട് 2-3 പേര് ഇരുന്ന് ചിന്തിച്ച് ചെയ്യുന്ന കാര്യമല്ല. നമ്മുടെ മാർക്കറ്റൊക്കെ കൃത്യമായി മനസ്സിലാക്കി, നമ്മുടെ നിലവിലെ സൊസൈറ്റിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയൊക്കെ ഗവൺമെന്റ് എടുക്കുന്ന ഡിസിഷനാണ്. അപ്പൊ അത് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാനൊന്നും കഴിയുന്നതേ അല്ല. എന്നാൽ പോലും ഇത്തരത്തിലൊരു മാറ്റമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. അത് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കാര്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ നിന്ന് ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഈ സാലറി വാങ്ങണം, എനിക്കൊരു 45,000 ഒക്കെ വാങ്ങി സമാധാനമായിട്ട് ജീവിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നന്നായി പഠിക്കുക. അങ്ങനെ പഠിക്കാനുള്ള അവസരം ഈ ഒരു ചാനലിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാടുണ്ട്. അതായത് നേരത്തെ വീഡിയോന്റെ തുടക്കത്തിലേ പറഞ്ഞത് NTPC പരീക്ഷ വരുന്നുണ്ട്. അപ്പൊ അതിന് കാര്യമായി ശ്രമിക്കുക. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇത് ഗ്രൂപ്പ് ഡി ആണ്, 10th 11 ആണ്. NTPC ആകുമ്പോൾ +2 ലെവലാവും, ഡിഗ്രി ലെവലാവും. അവിടെയുള്ള സാലറി ഹൈക്ക് എന്ന് പറഞ്ഞാൽ ഭീകരമായിരിക്കും. ഇവിടെ 10,000 രൂപ കൂടുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഇവിടെ നമുക്കൊരു 20,000 രൂപയാണ് കൂടുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ അത് അതിനെക്കാട്ടൊക്കെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും തീർച്ചയായും പഠിക്കുക. ആ സാലറി ഒക്കെ നിങ്ങൾ അർഹിക്കുന്നതാണ്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളെ ടാക്സ് കൊണ്ട് കൊടുക്കുന്ന സാലറിയാണ്. തീർച്ചയായിട്ടും നിങ്ങളും കൂടെ അർഹിക്കുന്നതാണ്. അതുകൊണ്ട് വർക്ക് ചെയ്യുക, അത് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നേടിയെടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ലേണിംഗ്.